നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ ചർച്ചകൾ തുടരുന്നുവെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. കുടുംബക്കാർ മുഴുവൻ സമ്മതിക്കാതെ ശിക്ഷ ഒഴിവാക്കാൻ സാധിക്കില്ല. യമനിലെ ക്രിമിനൽ നിയമത്തിൽ ഇടപെടാൻ കഴിയില്ല. ഓരോ രാജ്യത്തിനും ഓരോ ക്രിമിനൽ നിയമമുണ്ടെന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അറബിയിൽ പറയുന്ന ചില പ്രായശ്ചിത്തം ഉണ്ട്. അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു. ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എ.കെ. ലതീഷ വിവരങ്ങളുമായി കോഴിക്കോട് ചേരുകയാണ്. ലതീഷ, ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവിടുത്തെ ക്രിമിനൽ നിയമപ്രകാരം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ മതവിശ്വാസ പ്രകാരമുള്ള നിയമങ്ങൾക്കനുസരിച്ച് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് ഏറെ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മനു, കുടുംബത്തെ അനുനയിപ്പിക്കാൻ അതായത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ നിലയിലുള്ള ഇടപെടലാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഹബീബ് ബിൻ ഉമറുമായി, അവിടെയുള്ള സൂഫി പണ്ഡിതനായ ഹബീബ് ബിൻ ഉമറുമായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വിശദമായി കാര്യം സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ അവിടെയുള്ള അറ്റോർണി ജനറൽ അടക്കമുള്ള കോടതി നടപടികളുമായി ബന്ധപ്പെട്ട ആളുകളുമായും കാന്തപുരം വിഭാഗം അവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ നിലയിൽ കുടുംബത്തെ അനുനയിപ്പിച്ചുകൊണ്ട് നാളെ നടത്താൻ നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക്